കേന്ദ്ര ബജറ്റ് കഴിഞ്ഞുള്ള പത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശാഭിമാനിയാണ്. ടി ജി കണ്ടോ? ഓട്ടക്കാലാണ്, വലിയ ടയർ പോലെ. അതിൻ്റെ അടിയിൽ നമ്മുടെ സുരേഷ് ഗോപി കുടുങ്ങിക്കിടക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? കൊള്ളാം, നന്നായിട്ടുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ അതിനകത്ത് എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്ന വാക്ക് പോലുമില്ല. ഇപ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു, ഇത് താങ്ങുവില സർക്കാരാണ്. കുറച്ചുകൂടെ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കുർസി ബജാവോ, കസേര സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബജറ്റാണ്. അത് പറയുമ്പോൾ ചെറിയൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ആന്ധ്രാപ്രദേശിന് 15,000 കോടി, ബീഹാറിന് 58,900 കോടി രൂപ. അപ്പോൾ 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇന്ത്യയിൽ. കേരളത്തിന് പിച്ചച്ചട്ടി പോലും ഇല്ല. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല, സാമാന്യ ബുദ്ധി മാത്രമുള്ള ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഈ വിഹിതം, പാക്കേജ്, പിന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇതുപോലത്തെ വാക്കുകൾ നമുക്ക് 2 പേർക്കും മനസ്സിലാവത്തില്ല, പ്രേക്ഷകരിൽ ഭൂരിപക്ഷം പേർക്കും മനസ്സിലാവില്ല. ഞാൻ ഇതിപ്പോൾ സുനിൽ കാണിച്ച് ദേശാഭിമാനി, കോഴിക്കോട് നിന്നൊരു ദേശാഭിമാനി, വലിയ ദേശാഭിമാനി ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ പേര് മാതൃഭൂമി എന്നാണ്. അവർ കൊടുത്തിരിക്കുന്ന വാർത്ത എൻ്റെ കയ്യിലിരിക്കുന്നു. ബാലഗോപാൽ ചോദിച്ചത്ര 24,000 കോടി രൂപ. അവർ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കേന്ദ്ര നികുതി വിഹിതം 24,008 കോടി രൂപ. നിങ്ങൾ ചോദിച്ചാൽ ഒരു 8 കോടി കൂടുതൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താണപ്പോൾ 24,000 ചോദിച്ചു, 24,008 ഇരിക്കട്ടെ, 8 കോടി ചായ കുടിക്കാൻ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ, മറ്റേ കേരളീയമൊക്കെ നടത്താൻ 8 കോടി, ലോകസമാധാനത്തിന് വേണ്ടി 2 കോടി മാറ്റി വയ്ക്കണമല്ലോ. മറ്റേ ഗസയിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോവല്ലേ, അപ്പോൾ അതിനായിരിക്കും ഈ 8 കോടി. ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്താ? അത് കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടി വേറെയുണ്ട്. ഈ 86,000 കോടി എല്ലാ തൊഴിലുറപ്പ് പദ്ധതിക്കും ചേർന്നിട്ടാണ് നമുക്ക് കിട്ടും. അത് കേരളത്തിനുള്ളതാണ്. പിന്നെ എന്ത് വേണമെന്നാണ്? ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി ഇവർ ചോദിച്ചു, കൊടുത്തില്ല. ഈ വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി ഏത് വകയിലാണ്? തുറമുഖം തുടങ്ങിക്കഴിഞ്ഞു, ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു, അദാനിയാണ് തുറമുഖം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഏത് വകുപ്പിലെ 5,000 കോടി രൂപ എന്തിനു കൊടുക്കണം? അല്ല, ഇനിയും നടക്കാനില്ല കാര്യങ്ങൾ. അങ്ങനെയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിന് കൊടുക്കേണ്ടത്, FACTക്ക് കൊടുക്കേണ്ടത്. അവരൊക്കെ എത്രയോ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കച്ചവടം. അവർ ഓരോ പ്രസ്ഥാനം നടത്തുന്ന ആൾക്കാരല്ലേ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണോ? നിങ്ങൾ കാശ് ജനറേറ്റ് ചെയ്യണം. വിഴിഞ്ഞത്തുനിന്ന് നിങ്ങളെന്തോ ട്രാൻസ്ഷിപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ കപ്പൽ വരുന്നു, സാൻ ഫെർണാൻഡോ വരുന്നു, പോകുന്നു, രാത്രി കണ്ടെയ്നർ ഇറക്കുന്നു. എനിക്കറിഞ്ഞൂടെ ഈ കണ്ടെയ്നറിലൊക്കെ എന്താണ്. 1900 കണ്ടെയ്നർ വന്നു, 900 കണ്ടെയ്നർ ഇറക്കി, 1000 അത് പോയി. ഈ 900 വേറൊരു കപ്പൽ വന്നിട്ട് 650 എടുത്തുകൊണ്ട് പോയി, 750 തിരിച്ചിറക്കി. ഇതൊക്കെ ചെയ്ത് ഇതിനകത്ത് എന്താ സംഗതി? എന്താ ഈ കണ്ടെയ്നറിൽ? ആർക്കറിയാം? അല്ല, അതറിയാമല്ലോ, കയറ്റി ഇറക്കുമ്പോൾ അറിയാമല്ലോ, ഇമിഗ്രേഷനും ഒക്കെ ആർക്കറിയാം. ഇത് അൺഒഫീഷ്യലാണെന്നേ, ബിൽ ഓഫ് ലേഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഈ കപ്പലിൻ്റെ ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞമല്ല, ട്രയലിന് വേണ്ടി ഇവിടെ നിന്ന് കയറ്റിയതാണ്. പുറംകടലിൽ കൂടെ പോകുന്ന വലിയ മദർഷിപ്പ്. ചേട്ടാ ഇവിടെ ഒന്ന് കയറിയേ, അത് ഇവിടെ ഇറക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത്. അയാൾ വരുന്നു, അയാളൊരു 900 ഇവിടെ ഇറക്കുന്നു, എന്നിട്ട് അയാൾ പോകുന്നു. ഇയാൾ ഈ 900 ഇറക്കിയിട്ട് 900 തന്നെ തിരിച്ച് കയറ്റിയിട്ട് പോകണ്ടേ? അങ്ങനെയല്ല, 900 ഇവിടെ ഇറക്കിയിട്ടിട്ട് അയാൾ പോയി. എന്നിട്ട് വേറൊരു കപ്പൽ വന്നിട്ട് അതിലും ചെറുതാണെന്നൊക്കെ പറയുന്നു. അത് വന്നിട്ട് ഈ 900-ൽ നിന്ന് കുറേ എടുക്കുന്നു, കുറേ ഇറക്കുന്നു, അത് പോകുന്നു. ഇതാണ് ട്രയൽ. ഏതായാലും കുറച്ച് കണ്ടെയ്നർ വിഴിഞ്ഞത്ത് ഇപ്പോൾ കിടപ്പുണ്ട്. അല്ല, അത് തുറന്ന് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? എന്ത് സംവിധാനം? കസ്റ്റംസ് ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, വല്ലാർപാടത്ത് കസ്റ്റംസ് ഇല്ല. വല്ലാർപാടത്ത് കസ്റ്റംസിന് പ്രവേശനമില്ല. സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അപ്പോൾ ഇതുപോലെയാണ് വിഴിഞ്ഞം. എന്തും കൊണ്ടിറക്കാം. കാരണം അവരുടെ ലോജിക്ക് ഇവിടെ ഇറക്കുന്നില്ല, ഇത് ട്രാൻസ്ഷിപ്മെൻ്റ് ആണെന്നേ. വെറും ട്രാൻസ്ഷിപ്മെൻ്റ് ഇവിടെ ഇറക്കുന്നു, വേറൊരു കപ്പലിൽ കയറ്റുന്നു, ഇറക്കുന്നു കയറ്റുന്നു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിനുള്ളിൽ കസ്റ്റംസിന് ഒരു പണിയില്ല. കൂടാ, അങ്ങനെയാണ് രക്തചന്ദനം പിടിച്ചത് വല്ലാർപാടത്ത്. അതാ മുളകുകാട് SIയുടെ മിടുക്കുകൊണ്ടാണ്. അയാൾ രക്തചന്ദനം ചേസ് ചെയ്തിരുന്നു ജീപ്പിൽ. രക്തചന്ദനത്തിൻ്റെ ലോറി അകത്തേക്ക് കയറിപ്പോയി.
ഇവർ പോലീസുകാരെ കയറ്റില്ല. CISF പോലുമല്ല, പ്രൈവറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അന്ന് വല്ലാർപാടത്തിന്. പിന്നെ CISF തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്മാർ കയറ്റിയില്ല പോലീസ് ജീപ്പ്. SI ചാടി പുറത്തിറങ്ങിയിട്ട് തോക്കാണ് കയ്യിലിരിക്കും, തീർത്ത് കളഞ്ഞു, നമുക്ക് ഗേറ്റ് തുറക്കടാം. തുറന്നു. അങ്ങനെ ജീപ്പകത്തേക്ക് കയറി രക്തചന്ദനവും അതിൻ്റെ ഡ്രൈവറെയും കിളി ഓടിക്കളയുകയോ അങ്ങനെ എന്തോ ചെയ്തു കോമ്പൗണ്ടിൽ. അത് സീസ് ചെയ്തു. 1 അല്ല 2 3 തവണ വല്ലാർപാടത്ത് ഇത് സംഭവിച്ചു. വിഴിഞ്ഞത്ത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് ഭയങ്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അല്ല, എന്നാലും ഒരു ഇത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആ പ്രേക്ഷകർക്ക് ഒരു ആശങ്ക ബാക്കി നിൽക്കും. എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. വിഴിഞ്ഞത്തിൻ്റെ സെക്യൂരിറ്റി എന്താ? ആരാ? CISF അല്ലേ? CISF ആണോ? ആണെന്ന് എന്തെങ്കിലും പത്രവാർത്തയോ ഒരു കൺഫർമേഷൻ വാങ്ങിച്ചു തരാമോ അദാനിയുടെ കയ്യിൽ നിന്ന്? അദാനിയാണല്ലോ തമ്പുരാൻ അതിൻ്റെ. അല്ലാതെ പിണറായി വിജയനൊക്കെ എന്ത് വിലയുന്നു അവിടെ? ഈ വല്ലാർപാടത്ത് പിണറായി വിജയൻ എന്താ വില? ഇറ്റ് ഈസ് അണ്ടർ DP വേൾഡ്, ദുബായ് കമ്പനിയാണ്. അപ്പോൾ വേറെ രാജ്യം പോലെയാണ്. വേറെ രാജ്യം. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് വേറെ രാജ്യമാണെന്നാണ് അവർ വാദിക്കുന്നത്. അങ്ങനെ വാദിച്ച് വല്ലാർപാടത്ത് അവർ ജയിച്ചു. വല്ലാർപാടത്ത് കസ്റ്റംസ് ഇല്ല. മിനിസ്ട്രി ഓഫ് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് അതിൻ്റെ 2 or 3 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ തന്നെ കസ്റ്റംസിൻ്റെ ജോലിയും കൂടെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് മൻമോഹൻ സിംഗ് ഊരിയത്. ഇവിടെ ഇപ്പോൾ സർബാനന്ദ് സോണോവാളല്ലേ വന്നത്. വല്ലാർപാടത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വന്നാൽ ഉദ്ഘാടനം ചെയ്ത് അവസാനം ഈ ഡിസ്പ്യൂട്ടായി ഹൈക്കോടതി ഇവരൊക്കെ ഇടപെട്ട് ഫൈനൽ തീർപ്പ് ഇതാണ്. സർക്കാർ തന്നെ പറഞ്ഞു കസ്റ്റംസ് വേണ്ട, കൊമേഴ്സ് മിനിസ്ട്രിയുടെ എന്തുകൊണ്ട് ഇവിടെ ഇറക്കാം, ഇറക്കിയിട്ട് കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുവരാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, അതൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഴിഞ്ഞത്തും ഇതുപോലെയാണ്. വിഴിഞ്ഞത്ത് സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ്? സെക്യൂരിറ്റി ഉണ്ടോ? പോലീസുണ്ടോ? കസ്റ്റംസ് ഉണ്ടോ? ഇത് പരിശോധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനിത് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അൺഒഫീഷ്യൽ വരവാണ്. ഇത് ട്രയലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ദ ഷിപ്പ് സാൻ ഫെർണാൻഡോ ഈസ് നോട്ട് ഡെസ്റ്റൈൻ ടു വിഴിഞ്ഞം. വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കി വന്ന കപ്പലല്ല അത്. വിളിച്ചു കൊണ്ടുവന്ന് കയറ്റിയതാണ് ഒരു ട്രയൽ എടുക്കാനായിട്ട്. അപ്പോൾ ബിൽ ഓഫ് ലേഡിങ് അത് കൊളംബോയിലോ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ വേറെ രാജ്യത്തേക്ക് പോകുന്നതായിരിക്കും. പക്ഷെ സംഗതി ഇവിടെ ഇറങ്ങി. വിഴിഞ്ഞം ഇറങ്ങി എന്ന് ഒരു റെക്കോർഡില്ല, അന്താരാഷ്ട്ര റെക്കോർഡില്ല. ട്രയലാണ്. ട്രയലാണെങ്കിൽ ഇറക്കി കയറ്റി പിടിച്ചു നോക്കി ആഴമൊക്കെ ശരിയാണ്, കപ്പലിനൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വാരിക്കൊണ്ട് ഇവൻ പോകണ്ടേ? അവൻ പോയില്ല എന്ന് അവനവിടെ ഇട്ടു കുറേ എണ്ണം. ഇത് വേറൊരുത്തം വന്നിട്ടാ പോകും. അവൻ അതിൽ നിന്ന് കുറേ എടുത്തിട്ട് ബാക്കി കുറച്ച് ഇവിടെ ഇട്ടിട്ട് പോയി. ഇപ്പോൾ കുറേ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കിടപ്പുണ്ട്. എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി റിസ്ക് എന്താണെന്ന്. അതിനകത്ത് മയക്കുമരുന്നാണോ കുന്തമാണോ തോക്കാണോ? 2000 കോടി രൂപയുടെ മയക്കുമരുന്ന് മുന്ദ്ര പോർട്ടിൽ പിടിച്ചു. അതിന് അദാനി സമാധാനം പറയണം. അദാനിയുടെ അളിയനാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് നരേന്ദ്രമോദി സമാധാനം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ പത്രങ്ങളും ചാനലും ഇടയ്ക്കിടയ്ക്ക് ബഹളം വയ്ക്കുന്നതാണ്. വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ ആർക്കും അറിയണ്ട, ഒന്നും അറിയണ്ട. എന്നാലും പിണ്ടണ്ട. അതൊക്കെ ഞാൻ പിന്നെ പറയാൻ ചേട്ടാ. ഒരു 5000 കോടി എടുത്ത് പോട്ടെ, സമയമില്ല. ഇത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു എൻ്റെ കാശൊന്നുമില്ല, അതിന് തരാനായിട്ട് എൻ്റെ കാശില്ലാന്ന്. എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് 5000 കോടി രൂപ വിഴിഞ്ഞത്തിന് ചോദിക്കുമ്പോൾ കാശ് എടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെയും അദാനിയുടെയും കൂടെ പ്രൊജക്റ്റ് അല്ലേ? എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഇതിന് യാതൊരു ന്യായവും കാണുന്നില്ല. കേന്ദ്ര പദ്ധതികളിൽ കേന്ദ്രവിഹിതം 60 നിന്ന് 70% ആക്കണം. അതൊരു ഡിമാൻഡാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ കൊണ്ട് കേന്ദ്ര സഹായത്തിന് ബ്രാൻഡിങ് നിബന്ധന ഒഴിവാക്കണം. മറ്റത് പേര് വെക്കുന്നത് കാശ് കൂടുതൽ തരണം, പേരെൻ്റെ വയ്ക്കണം. നല്ല പിണറായി വിജയൻ വക. ഈ മാരാൻ്റെ വെട്ടത്ത് എംബ്രാൻ്റെ അത്താഴം എന്ന് പറയുമല്ലോ. മാരാൻ ചൂട്ടും കത്തിച്ച് പിടിച്ച് നിൽക്കുന്നു. ഏതായാലും താൻ ചൂട്ടും പിടിച്ച് നിൽക്കുകയല്ലേ, ഞാൻ കഴിച്ചോട്ടെ. അങ്ങനെ നിങ്ങളുടെ ചിലവിൽ എനിക്ക് പേരെടുക്കണം. അതുകൊണ്ട് ബ്രാൻഡിങ് അവസാനിപ്പിക്കണം, വിഹിതം കൂട്ടണം. ഇതൊക്കെയാണ് ആവശ്യം. ഇത് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഇത്തരം ആവശ്യങ്ങൾ ആരെങ്കിലും അനുവദിച്ചു തരുമോ? പക്ഷേ ഒരു എയിംസ് വേണമെന്നും പറഞ്ഞ് നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഓടുന്നുണ്ടായിരുന്നു. എയിംസിന് നിങ്ങൾ സ്ഥലം എടുത്തു കൊടുത്താൽ എയിംസ് വരും. ഇങ്ങനെ നമ്മുടെ ശശി തരൂർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണല്ലോ. എന്താ നടക്കാഞ്ഞ്? സ്ഥലം കൊടുത്തില്ല. സ്ഥലമില്ല എന്ന് കേരളത്തിൽ, കൊടുക്കാഞ്ഞിട്ടല്ല, സ്ഥലമില്ല. ഞാൻ പറയട്ടെ, തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ കണ്ടെത്തി പറയട്ടെ. ചുമ്മാ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഞാൻ സ്ഥലം കിട്ടണ്ടേ?
സുനിൽ വന്നിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ പറമ്പാണെന്ന്. എന്നിട്ട് പറഞ്ഞു സ്ഥലം കണ്ടെത്തി. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലം തരുന്നില്ല. ആ കണ്ണുള്ളവർക്ക് ആർക്കും എൻ്റെ സ്ഥലം കാണാം, പക്ഷേ ആ സ്ഥലം അയാളുടെ ആകുന്നില്ലല്ലോ. സുനിൽ പറയുന്നു ഞാൻ കണ്ടെത്തിയതാണ്. കണ്ടെത്തിയത് എൻ്റെ മുതലാണ്. ഒരു മനുഷ്യൻ തരാൻ തയ്യാറില്ല. ഞാൻ പറയും കത്തോലിക്കാ സഭ, കേരളത്തിലെ പ്രബലരായ പണക്കാരാണല്ലോ കത്തോലിക്കാ സഭ, അവർ തൃക്കാക്കരയിൽ ഒരു മെഡിക്കൽ കോളേജ് ഫിക്സ് ചെയ്യാനായിട്ട് 25 ഏക്കർ സ്ഥലം മതി മെഡിക്കൽ കോളേജിന്. അതിൽ കൂടുതൽ വേണം എയിംസിന്. 25 ഏക്കർ ഒറ്റ പ്ലോട്ട് വേണം. ഇവർക്ക് കണക്ഷനുള്ള ഒരുപാട് പേര് ബ്യൂറോക്രസിയിലും സംഗതിയിലൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ബാക്കി എന്ത് കാര്യത്തിനും ചില്ലറ ഇളവൊക്കെ ചെയ്യും, ലാബിൽ ഇന്ന സൗകര്യമില്ല, ശരി അത് പതുക്കെ ഉണ്ടാക്കിയാൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇളവ് ചെയ്യാൻ പറ്റില്ല തിരുമേനി. സ്ഥലം വേണം. സ്ഥലം മേടിക്കാനായിട്ട് കത്തോലിക്ക സഭയ്ക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിലാണ് പോയി ഈ നോട്ട് നിരോധനമൊക്കെ വന്നപ്പോൾ ചാടുകയൊക്കെ ചെയ്ത് സ്ഥലം മേടിക്കാൻ പോയി, ഉള്ള സ്ഥലം വിറ്റു, അതിനെന്തോ ഉള്ള പദവി പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ കർത്താവേ, നാക്കിൽ ഗുളികനിരിക്കുന്ന സമയമാണ്, ഞാനതുകൊണ്ടൊന്നും പറയും. ഏതായാലും അത് കുഴപ്പമില്ല. സംഗതി സ്ഥലമില്ല എന്ന്. നിങ്ങൾ സ്ഥലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ നേരത്തെ UPA സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ എയിംസ് വരും സ്ഥലമുണ്ടെങ്കിൽ. മൻമോഹൻ സിംഗ് ഉള്ള കാലത്ത് തന്നെ വരുമായിരുന്നു. ഇതൊക്കെ വലിയ കാര്യമാണ്. മാത്രമല്ല ഈ എയിംസ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആരോഗ്യത്തിൻ്റെ നിലവാരം എത്രയോ നമ്മുടെ 97 മറ്റു ആരോഗ്യത്തിൽ കേരളം മുമ്പിലേക്ക്, ലോകത്ത് തന്നെ നമ്പർ 1. പിണറായി വിജയൻ മാത്രമാണ് കേരളത്തിൽ വിശ്വാസം ഇല്ലാതെ ഫോറിനിൽ പോയി ചികിത്സിക്കുന്നത്. ബാക്കി അക്കാവുക്കാതെയെല്ലാം ഇവിടെ തന്നെയല്ലേ ചികിത്സിക്കുന്നത്, ഇല്ലേ? നരേന്ദ്രമോദിക്ക് പിന്നെ ചികിത്സയെ വേണ്ട. പുള്ളിയിൽ പനിയാണെന്ന് പറഞ്ഞ് ആശുപത്രി പോയി ഞാനിന്നുവരെ കണ്ടിട്ടില്ല. അല്ല, വന്ന് ഈ പഴയ വസൂരി, കൊളറ, പോളിയോ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. അത് തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരുന്ന സ്ഥലം ഏതാണ്? ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് GST വിഹിതം 60% ആക്കണം. ഇത് GST കൗൺസിലല്ലേ തീരുമാനിക്കുന്നത്, ബജറ്റിലാണോ? ബജറ്റിൽ GST തീരുമാനിക്കാൻ പറ്റില്ല. GST കൗൺസിലിന് പുറത്ത് ചില കാര്യങ്ങൾ സമർത്ഥമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം കൂടെ, ഈ ഭരണകൂടത്തിനൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അറിയാമോ? എല്ലാ ഭരണകൂടങ്ങൾക്കും കാശ് വേണം. നമ്മൾ ഈ പുറത്ത് രാഷ്ട്രീയമൊക്കെ പറയുമെങ്കിലും അകത്ത് ഇവർ കൂടിയിരുന്നിട്ട്, അപ്പം നിർമ്മലാ സീതാരാമൻ പറയും, അല്ല അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് കൂടെ നമുക്ക് GSTയിലാക്കാം എന്ന് പറയുന്നു. അല്ല മാന ഉടക്കാതെ കാരണം ഇതാക്കി കഴിഞ്ഞാൽ പെട്രോൾ സമ്മതിക്കില്ല, വരുമാനം കുറയും. അതെ അതെ. GSTയിലാക്കി കഴിഞ്ഞാൽ പിന്നെ 18% കൂടുതൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെട്രോളിയം പ്രോഡക്ട്സിനെ GSTക്ക് പുറത്ത് ബുദ്ധിമാന്മാരായ കേന്ദ്രവും അതിലും ബുദ്ധിമാന്മാരായ സംസ്ഥാനങ്ങളും കൂടെ നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് പെട്രോളിന് വില കുറയാതെ. അവിടെ ചെല്ലുമ്പോൾ ഒറ്റക്കെട്ട, ഈ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒറ്റക്കെട്ടാണെന്ന്, പുറത്തിറങ്ങുമ്പോൾ സമരമൊക്കെ നടത്തും. അപ്പോൾ ബാലഗോപാൽ നിർമ്മലാ സീതാരാമനോട് ചോദിക്കും, മാഡം ഇങ്ങനെ പറഞ്ഞ്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്ക് നോട്ടടിക്കാനുള്ള അധികാരം എന്താണ്? നോട്ടടിക്കാനുള്ള അധികാരം തരാൻ പറ്റുന്നത് ബാല, ഞാൻ കഴിഞ്ഞ മാസം തന്ന രൂപയുടെ പോയി, അത് പല രീതിയിൽ ചിലവായിപ്പോയി. 110 ചിലവിൻ്റെ നടക്കും പെൻഷൻ പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പെൻഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ലേ താൻ എൻ്റെ ഒന്ന് കാശ് മേടിച്ചത്. എന്നിട്ട് താൻ എനിക്കെതിരെ കേസും കൊടുത്തു താൻ സുപ്രീം കോടതിയിൽ. എനിക്ക് എന്ത് കിട്ടി? അല്ല, അത് സുപ്രീം കോടതിയിലൊക്കെ പോയി പിടിച്ചു നിൽക്കണ്ടേ മനുഷ്യന് നാട്ടിൽ? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരത്തിൽ അവസാനം എന്തെങ്കിലും ചെയ്തിട്ട് കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കില്ല, അങ്ങനെ അങ്ങ് പോകുന്നത്. ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ബീഹാറിനും ഇവർക്കും കൊടുത്തു. ബീഹാറിന് എന്ത് കൊടുത്തു എന്നാണ് ഈ പറയുന്നത്? ബീഹാർ 58,900 കോടി രൂപ. 4 എക്സ്പ്രസ് പാതകൾ. എക്സ്പ്രസ് പാത ആരുടെയാ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരുടെയാണ് എക്സ്പ്രസ് പാത. കുഞ്ഞു കാശ് ബീഹാറിന് കിട്ടാൻ പോകുന്നില്ല. വണ്ടി ഓടിക്കാം, അതിപ്പോൾ എക്സ്പ്രസ് ഹൈവേ പല സ്ഥലത്തും ഉണ്ട്, അവിടെയും വരും. നമ്പർ 2, ബക്സറിൽ ഗംഗാനദിയിൽ പുതിയ 2 വരിപ്പാലം. അത് നാഷണൽ ഹൈവേ ആണ്. പുതിയ 2 വരിപ്പാലം വരുന്നത് നാഷണൽ ഹൈവേ. നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം പോലെ ഒരു പാലം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് 3 വരിയായി എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. വിമാനത്താവളം ബീഹാറിൽ. വിമാനത്താവളം ആരുടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ബീഹാറിന് എന്താ കുറേ ടാക്സി ഓടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പരോക്ഷമായി തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യക്ഷമായി 100 പേർക്ക്, പരോക്ഷമായി 10,000 പേർക്ക്. ഈ പരോക്ഷമായ 10,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും കടകമ്പോളാദികളൊക്കെ ആയിട്ട് കുറച്ച് പേര് ജീവിക്കുമല്ലോ. അവരവിടെ ജീവിക്കാൻ, അങ്ങനെ കട തുടങ്ങാനുള്ള കാരണം എന്താ?
എൻ്റെ വ്യവസായമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി തന്ന ആരാ? ഞാനാണ്. ഇതാണ് എന്താ പരോക്ഷമായ തൊഴിൽ. വരും. എന്തെല്ലാം തട്ടിപ്പാണ്. നമ്മളുടെ പ്രൊഫസർ ആർ വൈദ്യനാഥൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂരിലെ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നു, മിഡിൽ ക്ലാസ്സിന് എന്ത് കിട്ടും ബജറ്റിൽ നിന്ന്? പുള്ളി പറഞ്ഞു, പാവങ്ങൾക്ക് സബ്സിഡി കിട്ടും, വമ്പൻ വ്യവസായികൾക്ക് റിബേറ്റ് കിട്ടും, മിഡിൽ ക്ലാസ്സിന് ഡിബേറ്റ് കിട്ടും. അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി ജി ഇത് പറയുമ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. നമ്മൾ 130 കോടിയോളമാണ് നമ്മുടെ ജനസംഖ്യ. അതിൽ ഏതാണ്ട് 6.6%, 6.6% ആളുകൾ മാത്രമേ ഇപ്പോഴും നികുതി കൊടുക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 9 കോടി ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ രഞ്ജിത്ത് പറയുന്ന ഒരു 10% ആളുകൾ ടാക്സ് കൊടുക്കുന്ന സ്ഥിതി വന്നാൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റം ഉണ്ടാകും. പക്ഷേ ബജറ്റ് കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് നമ്മളൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്നൊരു കണക്കാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതിൽ വലിയ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമ്പത്തിക വിദഗ്ധനല്ല. അങ്ങനെ അത് പഠിക്കാൻ ഞാൻ മെനക്കെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയും വളച്ചിരിക്കാവുന്നൊരു സാധനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു ഗ്ലാസ് പകുതി നിറഞ്ഞെന്നും പകുതി കാലിയാണെന്നും പറയാൻ ഏർപ്പാട്. ഇതാണ് ഈ ടാക്സ് രംഗത്തും സംഭവിക്കുന്നത്. ടാക്സ് കൊടുക്കുന്നവന് അത് കുറഞ്ഞു കിട്ടണം. അവൻ വോസിഫറസ് ആണ്. അവൻ്റെ ശബ്ദം സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നവർ 20% ഉണ്ടാവും. അതിനകത്തെ 8% ടാക്സ് അടയ്ക്കുന്നവർ. 20% എങ്കിലും റിട്ടേൺസ് ഫയൽ. ഈ റിട്ടേൺസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിത് അറിയില്ല. റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 റിട്ടേൺസ്, ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് കാശൊന്നുമില്ല. പക്ഷേ റിട്ടേൺസ് ഫയൽ ചെയ്യണം. വരുമാനം ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്നാണല്ലോ. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ട്. റിട്ടേൺസ് പോലും ഫയൽ ചെയ്യാത്ത വേറെ ഒരുപാട് പേരുണ്ട്. റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിനകത്ത് 8% ടാക്സ് എന്ന് ആയിരിക്കാം. അദ്ദേഹം ഒരു 6.6 എന്ന് പറയുന്നു, 8 എന്ന് പറയുന്നു. 8 എന്നാണ് ഇന്നലെ രാത്രി ഞാനൊരു ഡിബേറ്റ് 9 കോടി. ഇതെല്ലാം ഉണ്ടല്ലോ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഈ പറഞ്ഞതുപോലെ അനുകൂലമായും പ്രതികൂലമായും ഉപയോഗിക്കാം. ഈ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്ത് ശ്രദ്ധിക്കാത്തത്. എങ്ങനെയും തർക്കിക്കാം നിങ്ങൾക്ക്. ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അത് വ്യാഖ്യാനിക്കാം. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്. അതുകൊണ്ടാണ് കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലൈസ്, വൈറ്റ് ലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത്ര ഗ്രേഡ് കൂടിയതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ എനിബഡി ക്യാൻ മേക്ക് എനി ആർഗ്യുമെൻറ്റ് ആൻഡ് യു കനോട്ട് ഡിനേ ദാറ്റ് ഓൾസോ. അതുമൊക്കെ സത്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരാൾ കണക്ക് വെച്ചിട്ട് എന്നെ ബോധ്യപ്പെടുത്തി. 30 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾ അടയ്ക്കേണ്ടത് 8 ലക്ഷം രൂപയോ മറ്റാണ് ടാക്സ്. അതേസമയം 30 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തിയ ഒരാൾ അടയ്ക്കേണ്ടത് 1.5 ലക്ഷം രൂപ ടാക്സാണ്. ഇതെന്തൊരു അന്യായമാണ് ശമ്പളക്കാരോട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചൂടാ, സത്യമാണ്, ഇത് അന്യായമാണ്. ഞാനൊരു പ്രൊഫസറെ വിളിച്ചു ചോദിച്ചു. പ്രൊഫസർ പറഞ്ഞു, ഇയാൾ ഈ പറഞ്ഞ 30 ലക്ഷം രൂപ ആ ബിസിനസ്സുകാരൻ്റെ ടേൺ ഓവറാണ്, പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റിൻ്റെ പുറത്താണ് ടാക്സ് വരുന്നത്. പ്രോഫിറ്റ് അയാൾക്ക് കുറവാണ്, അതുകൊണ്ട് 1.5 ലക്ഷം അയാൾ ടാക്സ് അടച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഇത് എന്നെ പറ്റിച്ചോ. മൊത്തത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിത് എങ്ങനെയും തിരിച്ചു മറിച്ച് കളിക്കാം. കണക്കുകൊണ്ടുള്ള കളിയാണ്. കണക്കുകൾ കൊണ്ടുള്ള കളിയാണ്. അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ വെച്ചുള്ള കളിയാണ്. ഇത് ലളിതമായിട്ട് പൊതുജനങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഭരണകൂടത്തിന് ഇല്ല. മോദി ഭരണകൂടത്തിന് മാത്രമല്ല, ആർക്കും ഇല്ല. ഡിബേറ്റിംഗ് പോയിൻ്റ് സ്കോർ ചെയ്തിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇത് പോകും. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കലാപരിപാടി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വോട്ട് ഓൺ അക്കൗണ്ട് ആക്കിയിട്ട് പാസ് ചെയ്തതല്ലേ ഈ ബജറ്റ്? ആണല്ലോ. ആ കുന്തമല്ലേ രണ്ടാമത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ചൊല്ലി ഇത്ര വലിയ ബഹളം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോൾ അടുത്ത ബജറ്റ് വരണ്ടേ? ഫെബ്രുവരിയിൽ ഫ്രഷ് ബജറ്റ്. വീണ്ടും നിർമ്മലാ സീതാരാമനെ കുറേ പേര് ചീത്ത പറയും. നിർമ്മലാ സീതാരാമൻ്റെ ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും. 2 മാസം കഴിയുമ്പോൾ അതങ്ങ് അടങ്ങും. പിന്നെ ജീവിതം പഴയപടിയാകും.
ഈ ഇടകൂടം കൊണ്ടാണ് ഞാനിതിൽ തലവയ്ക്കാറ്. ഇത്രയധികം പഠിച്ചു കൂട്ടാൻ എനിക്ക് നേരെയില്ലെന്ന് എന്ത് കാര്യം, എന്ത് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയ ആരോപണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ബജറ്റിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ? ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് സ്ഥിരം സ്വഭാവമാണ്. പിന്നെ എന്ത് പറയാൻ? ഇപ്പോൾ RJD പറഞ്ഞെന്താ, ഇത്രയെല്ലാം ബീഹാറിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം വയ്ക്കുന്നു. ഞാൻ ഈ പറഞ്ഞു പോയതിൻ്റെ RJDക്ക് മനസ്സിലായി. RJD പറഞ്ഞു, അതേ ഞങ്ങൾ പ്രത്യേക പദവിയാണ് ചോദിച്ചത്, അല്ലാതെ പിച്ചക്കാശല്ല. RJDയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. JDU പറഞ്ഞിട്ടുണ്ടോ? ബീഹാറിന് വേണ്ടത് പ്രത്യേക പദവി. എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള ദേശീയപാത നിർമ്മാണ വിഹിതമാണ് കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് വൻതുക അനുവദിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് RJD കുറ്റപ്പെടുത്തി. ഇതിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാണ് RJD. അതുകൊണ്ടാണ് ഞാൻ JDUവിനെ എടുക്കാത്തത്. ബീഹാറിൻ്റെ പേര് ഒന്നിലധികം തവണ എടുത്തു പറഞ്ഞതിലൂടെ ബജറ്റ് സംസ്ഥാനത്തിന് അനുകൂലമാകില്ല, പ്രത്യേക പദവിയാണ് ആവശ്യം, RJD നേതാവ് മനോജ് ഝാ പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ പരാതി എന്താ? ബജറ്റിൽ കേരളത്തിൻ്റെ പേര് പോലും പരാമർശിച്ചില്ല. പേര് പരാമർശിച്ചപ്പോഴെന്താ? ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കിത് വരും. കൽക്കത്ത ചെന്നൈ ഇടനാഴി അത് പ്രഖ്യാപിച്ചു. അത് റെയിൽവേ ഇടനാഴിയാണ്, അല്ലാതെ കൽക്കത്തയ്ക്കും ചെന്നൈക്കും കൊടുത്തതൊന്നുമല്ല. റെയിൽവേ ഇടനാഴി, കോറിഡോർ എന്നുള്ളതിന് ഇടനാഴി എന്ന് തർജ്ജമ ഇടനാഴി. സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാടിൻ്റെ പേരേ ഇല്ല, തമിഴെന്ന് പോലും പറഞ്ഞില്ല, മഹാഭാവി, നീ ഒരു തമിഴെത്തിയാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, അപ്പം കൽക്കത്ത ചെന്നൈ, അത് ചെന്നൈ എന്നല്ലേ പറഞ്ഞത്, തമിഴെന്ന് പറയണ്ടേ? എന്ത് ചെയ്യണം? എല്ലാ സ്ഥലങ്ങളും നിർമ്മലാ സീതാരാമൻ ലിസ്റ്റ് എടുത്തിട്ട് വിളിച്ചു പറയണം. ഇതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായ വിശകലനങ്ങളാണ് നടക്കുന്നത്. യാഥാർത്ഥ്യമൊന്നുമില്ല. ഇതെല്ലാം യാഥാർത്ഥ്യം പറഞ്ഞത് പ്രൊഫസർ R വൈദ്യനാഥൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയുന്ന സ്വഭാവമില്ല. അല്ല, എല്ലാ ബജറ്റ് കഴിയുമ്പോഴും ആവർത്തിക്കുന്ന ഒരു നാടകം, ആവർത്തിക്കുന്ന താളമാണ്. ബട്ട് ഞാനിപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ബാലഗോപാൽ ചോദിച്ചത് 24,000, മാതൃഭൂമി എഴുതിയിരിക്കുന്നത് 24,008 കോടി. അതുപോലെ 8 കോടി കൂടുതലുമുണ്ട്. അതുകൊണ്ട് സംതൃപ്തരായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എന്തായാലും ഓണത്തിന് കിറ്റ് തരുമെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, 15,000 കോടി രൂപ അമരാവതിയുടെ വികസനത്തിന് ഫണ്ട് കൊടുക്കാൻ ബജറ്റിൽ വകയിരുത്തി. അതൊരു കമ്മിറ്റ്മെൻറ്റ് തെലുങ്കാന സംസ്ഥാനം വന്നത് മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ കാലം മുതലുള്ള കമ്മിറ്റ്മെൻറ്റാണ്. കാരണം തെലങ്കാന സംസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഹൈദരാബാദ് തെലങ്കാനയിലേക്ക് പോയി. ആന്ധ്രയ്ക്കൊരു തലസ്ഥാനമില്ല. അവിടെ അതിന് വഴക്കുണ്ടാകുന്നു തുടങ്ങി. വിശാഖപട്ടണം, അമരാവതി, നെല്ലൂർ, ഈ 3 സ്ഥലത്തെ ആൾക്കാർ ഇവിടെ വരണം തലസ്ഥാനം, ഇവിടെ വരണം തലസ്ഥാനം. വിശാഖപട്ടണം അല്ലെങ്കിൽ തന്നെ പോർട്ടുണ്ട്, വിമാനത്താവളമുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്. നെല്ലൂർ പറഞ്ഞു ഇവിടുത്തെ അത്രയും സ്ഥലം വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒടുവിൽ വഴക്കം ബഹളമൊക്കെ ആയിട്ട് അമരാവതി തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഹൈദരാബാദ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ഹൈദരാബാദ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തലസ്ഥാനം മാത്രമല്ല, വലിയൊരു കൊമേഴ്ഷ്യൽ സെൻ്ററാണല്ലോ, ഭാരതത്തിലെ തന്നെ വലിയൊരു കൊമേഴ്ഷ്യൽ സെൻ്ററാണ്, IT ഇൻഡസ്ട്രിയുടെയൊക്കെ ഹബ്ബാണ്. ചന്ദ്രബാബു നായിഡുവാണ് ഹൈദരാബാദിനെ വികസിപ്പിച്ച് ഇത്രയിടം വരെ കൊണ്ടുവന്നത്. അപ്പോൾ അത് ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിൽ നിന്നും പോയി, ആന്ധ്രയുടെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ അവർക്കൊരു തലസ്ഥാനം ഉണ്ടാക്കേണ്ടത്. തലസ്ഥാനത്ത് പ്രത്യേക സെക്രട്ടേറിയറ്റിന് കെട്ടിടം, അത് ഇതൊക്കെ ആയിട്ട് കണ്ടപത്രാതി ചിലവ് ഒരുപാടുണ്ട്. അതിന് കൊടുക്കാമെന്ന് തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കുമ്പോൾ തന്നെ ആന്ധ്രയോട് പറഞ്ഞു. 110 കേസും വഴക്കുമൊക്കെ കഴിഞ്ഞിട്ടാണ് തെലങ്കാന ഉണ്ടാകുന്നത്. അതിൽ സമാധാനിപ്പിക്കാനായിട്ട് അന്ന് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? അത് മൻമോഹൻ സിംഗ് പറഞ്ഞു ഞാൻ പാലിക്കില്ല എന്നൊക്കെ മോദിക്ക് പറയാൻ കൊള്ളാം. ഗവൺമെൻറ് ഒരു കണ്ടിന്യൂറ്റി അല്ലേ. സോ ദാറ്റ് മണി ഹാസ് ഇപ്പോഴും വകയിരുത്തിയിട്ടേ ഉള്ളൂ. ഇനി അത് എപ്പോൾ കൊടുക്കും, എപ്പോൾ 50,000 കോടിയാണ്. അത് 50 ചോദിച്ചാലല്ലേ 15 കിട്ടുള്ളൂ. ഈ പണ്ട് ഈ നമ്മുടെ തഹസിൽദാർ, സപ്ലൈ ഓഫീസറൊക്കെ റേഷനുണ്ട്, പഞ്ചസാര, സിമൻറ്റ്, ഇതൊക്കെ റേഷനാണ്. നമുക്ക് വീട് വയ്ക്കണം, 25 പാക്കറ്റ് സിമൻറ്റ്, അപ്പോൾ 100 പാക്കറ്റ് ചോദിക്കണം. അപ്പോഴാണ് സപ്ലൈ ഓഫീസർ ഇന്ന് 100 പാക്കറ്റ്, 100ഒന്നും പറ്റില്ല, 25 പാക്കറ്റ്, 25 കിട്ടി. ഇതാണ് അന്ന് ടോംസ് ബോബനും മോളിയിൽ കാർട്ടൂണിൽ വരച്ചിരുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു,
എടാ പീരങ്കിക്ക് അപേക്ഷ കൊടുക്കുക, എന്നാലേ തോക്ക് കിട്ടുള്ളൂ. കളക്ടർക്ക് ഒരു തോക്ക് വേണം, കളക്ടറുടെ പെർമിഷൻ വേണം, ലൈസൻസ് വേണമല്ലോ. അപ്പോൾ പീരങ്കി, എനിക്കൊരു പീരങ്കി വേണമെന്ന് പറയും. അപ്പോൾ കളക്ടർ ചൂടായിട്ട് പീരങ്കിയോ, എന്തിനാണോ പീരങ്കി? തൻ്റെ വീട്ടിൽ ആ പീരങ്കി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു തോക്ക് തന്നേക്കാം. തോക്ക് ഇതൊക്കെ ചന്ദ്രബാബു നായിഡു 50,000 കൂടി ചോദിക്കടാ, എന്നാലേ 10-15 കിട്ടുള്ളൂ. 15 ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അവർ 5,000 കൊടുത്താൽ മതി. 15 അവൻ. ഇത് നമ്മുടെ വഴിയിൽ വില പേശിയില്ലേ നമ്മൾ, അതുപോലത്തെ ഏർപ്പാടാണ്. കാരണം എല്ലാവർക്കും കാശ് വേണം. കാശ് ആർക്കാണ് വേണ്ടത്? എല്ലാവരും ചോദിക്കും. ബാലഗോപാലും അങ്ങനെയാണ് ചോദിക്കുന്നത്. കിടക്കട്ടെ 24,000 കൂടി. 8 കോടി കൂടുതൽ കിട്ടി. 8 കോടി കൂടുതൽ കിട്ടി, ഭാഗ്യം. അത് അവർക്ക് എന്തോ കണക്ക് തരും. അതെ, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചില്ല. അതായത് ബജറ്റിൻ്റെ വിശേഷങ്ങൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കേരളത്തിൻ്റെ വന്നിട്ടുണ്ട്. ഓണത്തിന് കിറ്റ് കൊടുക്കുമെന്ന്. സന്തോഷമായില്ലേ? കൊടുക്കട്ടെ എന്ന്. പണ്ട് കണ്ണൂർ ഇവിടെ മൈതാനിയിലാണ്, എന്ത് മുനിസിപ്പൽ മൈതാനം, വലിയ മൈതാനം. മുനിസിപ്പൽ മൈതാനം ഞാൻ എനിക്കറിയാം. യാദൃശ്യമായിട്ട് അവിടെ ഉള്ളപ്പോഴാണ് നായനാർ പ്രസംഗിക്കുന്നു. ഞാൻ പോയി. ഞാൻ ഇവരുടെയൊക്കെ പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പോയി ആൾക്കൂട്ടത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ ഓണം വരുന്നു ആ സമയത്താണ്. നായനാർ പറഞ്ഞു, എടാ ഓണത്തിന് ഒരു 50 രൂപ പെൻഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ട് ഞാൻ, അടിച്ച് മിന്നിടറാ നമ്മുടെ ആൾക്കാർ. 50 രൂപ അന്നത്തെ കാലത്ത് വലിയ തുക, 90-കളിലാണല്ലോ. 50 രൂപയൊക്കെ മതി അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ. അടിച്ചു മിന്നെ ഇത് തന്നെ പറഞ്ഞു, അടിച്ച് മിന്നിടറാ നമ്മുടെ ആൾക്കാർ. പിന്നെ അദ്ദേഹം ഈ നാലകത്ത് സൂപ്പിയെ ആക്രമിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല കലാപരിപാടിയാണ് നായനാർ. കേട്ടോട്ടെ. അപ്പോൾ ഇതുപോലെ ഓണത്തിനൊരു കൊടുക്കട ഒരു കിറ്റ്, അടിച്ച് മിന്നിടറ എല്ലാവരും. ഇത്തവണത്തെ കിറ്റിൽ മറ്റേ സാധനം കൂടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് സാധനം? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള സാധനം മറ്റവൻ. അല്ല, അത് കൊടുക്കണ്ടേ? കാരണം ഡ്രൈ ഡേ എടുത്തു കളയണോ വേണ്ടെന്ന് ആലോചിക്കുന്നു. പിന്നെ മദ്യം വീട്ടിൽ സപ്ലൈ ചെയ്യാൻ ഏകദേശം തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ തലയിൽ മുണ്ടിട്ട് ബിവറേജിൽ പോയി ക്യൂ ഒന്നും നിൽക്കണ്ട. ആരെങ്കിലും സ്വിഗ്ഗി ഇതിൽ ഓർഡർ ചെയ്താൽ മതി. ഭാര്യ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തേ ഇവൻ വരാവുള്ളൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇൻസ്ട്രക്ഷൻ കൊടുക്കാം സ്വിഗ്ഗിയിൽ, ഇത്ര മണിക്ക് അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് ബെല്ലടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ചെയ്യാം അല്ലേ? അപ്പം പിന്നെ സൗകര്യം. അപ്പം അത് കിറ്റിലും കൂടെ ഇത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഒന്നും പ്രശ്നമില്ലല്ലോ. ഭാര്യയും ഭർത്താവും കുടിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്റ്റൈല്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നായനാർ പറഞ്ഞ പോലെ പിണറായി വിജയനും പറഞ്ഞു മീനിടറാ നമ്മുടെ ആൾക്കാർ. നോക്കാം. ഇങ്ങനെയൊക്കെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. എങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ എന്നോട് ചോദിക്കരുത്. എങ്ങോട്ടെങ്കിലും പോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.